നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഗൾഫിലെ 6 രാജ്യങ്ങളിലായി 89 ലക്ഷത്തിലധികം ഇന്ത്യക്കാർ വസിക്കുന്നുണ്ടെന്നാണ് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ കണക്കുകൾ വ്യക്തമാക്കുന്നത്. അതിലേറെ മലയാളികൾ തന്നെയാണ്. അതിനാൽ തന്നെയാണ് ഈ കണക്കുകളിലൂടെ പുറത്തുവരുന്നത് കേരള സമ്പദ് വ്യവസ്ഥയിൽ വളരെ പ്രധാനപ്പെട്ട സ്ഥാനമാണ് പ്രവാസികൾക്കുള്ളത് തന്നെ. ലോകത്തിന്റെ ഏത് കോണിലും ഒരു മലയാളി ഉണ്ടാകുമെന്ന് അല്പം ആശ്ചര്യം കയർത്തി നമ്മൾ പറയാറുണ്ട്. എന്നാൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ദുബായിലാണ് ഏറ്റവും കൂടുതൽ പ്രവാസി മലയാളികൾ വസിക്കുന്നത് തന്നെ. 2013 കേരളത്തിൽ നിന്നുള്ള കുടിയേറ്റത്തിൽ ഒരു പതനം ഉണ്ടായെന്നാണ് 2019 സാമ്പത്തിക അവലോകന റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. കേരള മൈഗ്രേഷൻ സർവേയിലാണ് ഇക്കാര്യം ഉള്ളത് തന്നെ. കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരനാണ് ലോക്സഭയിൽ പ്രവാസി ഇന്ത്യക്കാരുടെ എണ്ണം 89 ലക്ഷമാണെന്ന് വ്യക്തമാക്കിക്കൊണ്ട് രംഗത്തെത്തിയത്. രാജ്യത്തിന് പുറത്ത് ഏറ്റവും അധികം ഇന്ത്യക്കാർ താമസിക്കുന്നത് UAE-യിലാണ് എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. 1,36,19,384 ഇന്ത്യൻ പൗരന്മാർ ലോകത്തെ വിവിധ രാജ്യങ്ങളിലായി വസിക്കുന്നതായി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഇതിൽ 4-3 പേരും അധിവസിക്കുന്നത് ഗൾഫ് നാടുകളിലാണ്. 6 GCC രാജ്യങ്ങളിലായി 89,513 പേരാണ് വസിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഇന്ത്യൻ പ്രവാസികൾ താമസിക്കുന്നത് UAE-യിൽ തന്നെ, 34,20,000 പേർ. 2018 3 ലക്ഷത്തിലധികം പേരുടെ വർധന ഇതിനോടകം തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ സൗദി അറേബ്യയിൽ 2018 2,19,621 പേർ കുറഞ്ഞതായും കണക്കുകൾ വ്യക്തമാക്കുന്നു. സ്വദേശവൽക്കരണവും ശക്തമായത് പ്രവാസി ഇന്ത്യക്കാർക്ക് തിരിച്ചടിയായെന്ന് വ്യക്തമാകുന്നതാണ് എണ്ണത്തിലെ കുറവ്. നിലവിൽ ഏകദേശം 25 ലക്ഷം പേർ ഇന്ത്യൻ പ്രവാസികളാണ് സൗദിയിലുള്ളത്. സൗദി ഒഴികെ എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും ഇന്ത്യൻ പ്രവാസികളുടെ എണ്ണം വർദ്ധിച്ചുവെന്നാണ് പറയപ്പെടുന്നത്. കുവൈറ്റിൽ 10,29,861, ഖത്തറിൽ 7,56,062, ഒമാനിൽ 7,79,351, ബഹ്റൈനിൽ 3,23,292 എന്നിങ്ങനെയാണ് പ്രവാസി ഇന്ത്യക്കാരുടെ എണ്ണം വ്യക്തമാക്കുന്നത്. ഇന്ത്യൻ സംസ്ഥാന പതികാര്യാലയങ്ങളിൽ നിന്നും ശേഖരിച്ച കണക്കനുസരിച്ചാണ് വിവരം പുറത്തുവിടുന്നതെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ലോകത്തിന്റെ ഏത് കോണിൽ പോയാലും ഒരു മലയാളി ഉണ്ടാകുമെന്ന് പറയുന്നത് വെറുതെ അല്ല. അത്തരത്തിൽ മലയാളികൾ പ്രവാസ ലോകമാകെ ചുറ്റിപ്പടർന്നിരിക്കുകയാണ്. 2013 കേരളത്തിൽ നിന്നുള്ള കുടിയേറ്റത്തിൽ ഒരു പതനം ഉണ്ടായെന്നാണ് 2019 സാമ്പത്തിക അവലോകന റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. കേരള മൈഗ്രേഷൻ സർവേയിലാണ് ഇക്കാര്യമുള്ളത്. 2013 24 ലക്ഷത്തോളം പ്രവാസികളാണ് കേരളത്തിൽ നിന്നും ഉണ്ടായിരുന്നത്. ഇത് 2018 21 ലക്ഷമായി കുറഞ്ഞു. 2013-2018 കാലയളവിൽ കേരളത്തിൽ നിന്നുള്ള കുടിയേറ്റത്തിൽ ഏതാണ്ട് 12% കുറവ് രേഖപ്പെടുത്തി. കേരളത്തിൽ നിന്ന് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള കുടിയേറ്റത്തിൽ 90% ജോലി ആവശ്യങ്ങൾക്കായുള്ള താൽക്കാലിക ഉടമ്പടി പ്രകാരം എത്തിയവരായിരുന്നു. ഇവർക്കൊന്നും ഗൾഫ് രാജ്യങ്ങൾ പൗരത്വം നൽകിയിട്ടുമില്ല. ജോലി ഉടനടി കാലാവധി തീരുന്നതോടെ ഇവർ കേരളത്തിലേക്ക് തിരിച്ചു വന്നു എന്നാണ് മൈഗ്രേഷൻ സർവേ പറയുന്നത്. 2018 കേരള മൈഗ്രേഷൻ സർവേ പ്രകാരം തിരിച്ചു വരുന്ന പ്രവാസികളുടെ എണ്ണം 12.95 ലക്ഷമായിരുന്നു. ഇത് മൊത്തം പ്രവാസികളുടെ എണ്ണത്തിന്റെ 60% വരും. കേരളത്തിലേക്ക് തിരിച്ചു വരുന്ന പ്രവാസികൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു വ്യക്തി 6 മാസമോ അതിലധികമോ ജോലിക്കോ പഠനത്തിനോ മറ്റെന്തെങ്കിലും ആവശ്യത്തിനോ, അതായത് മാതാപിതാക്കൾക്കൊപ്പമോ ഭർത്താവ് ഭാര്യയ്ക്കൊപ്പമോ ജീവിക്കുകയും പിന്നീട് കേരളത്തിൽ വന്ന ജീവിതം തുടരുകയും ചെയ്യുന്ന സ്ഥിതി വിശേഷമാണ്. 90% മലയാളികളും മധ്യേഷ്യയിലേക്ക് കുടിയേറുന്നത് ജോലിക്കായുള്ള കരാറിലാണ്. ഗൾഫ് രാജ്യങ്ങൾ പൗരത്വം നൽകാത്തതിനാൽ അവരെല്ലാം കരാർ കാലാവധി കഴിഞ്ഞാൽ അവർക്ക് മാതൃരാജ്യങ്ങളിലേക്ക് തിരിച്ചു വരേണ്ടി വരുന്നു. ഇതിനാൽ തന്നെ നേരിയ കുറവ് രേഖപ്പെടുത്തിയതായും വിവരങ്ങൾ ലഭ്യമാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.